നീ എന്നും എൻ്റെ രക്ഷകൻ. ഹാ നീ മതി എനിക്കെല്ലാമായി നാഥ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങും എൻ വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. തീരാത്ത ദുഃഖവും ഭീതിയും ആദിയും തോരാത്ത കണ്ണീരും പാരിതിലെൻ്റെ പാതയിലേറും നേരത്തും നീ മതി. പാരിതിലെൻ്റെ പാതയിലേറും നേരത്തും നീ മതി. നീ എന്നും എൻ്റെ രക്ഷകൻ. ഹാ നീ മതി എനിക്കെല്ലാം ആയി നാഥ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി കൂടെ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഉറങ്ങി ഉണർന്നിട്ട് എൻ്റെ അപ്പൻ്റെ പാദപീഠം ചാർന്നിരിപ്പാൻ തക്കണം അടിയനെ സഹായിച്ച് ബലപ്പെടുത്തിയതോർത്ത് നന്ദി പറയട്ടെ. തന്ന സുബോധത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായിട്ട് നന്ദി പിതാവേ, നന്ദിയപ്പ, നന്ദി. ഈ നല്ല പ്രഭാത ഹല്ലേലൂയ കർത്താവേ, അടിയനെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുന്നപ്പ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠം ചാർത്തി വയ്ക്കുന്ന കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചുവാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഇന്ന് വരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു കർത്താവേ. പിതൃതകളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനത്തിനായിട്ടൊക്കെ കടന്നുപോയവർ, ജോലിക്കായിട്ടൊക്കെ കടന്നുപോയവർ, നാടും വീടും വിട്ട് മാതാപിതാക്കളെ വിട്ട് ഹല്ലേലൂയ കർത്താവേ, അന്യനാടുകളിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. ശത്രു കാണരുതേ, ദുഷ്ട പിശാചി തുടരുതേ അപ്പാ, അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിൽ ജീവിപ്പാൻ, സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവമേ കർത്താവിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലയിൽ ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയത്തോടെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പഠിക്കുന്ന മക്കളുണ്ട്. അവരെ സമർപ്പിക്കുന്നപ്പാ, നീ അത്ഭുതം ചെയ്യണമേ, മനസ്സലിയണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ. അവർക്ക് ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും എൻ്റെ അപ്പച്ചൻ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. അവരുടെ ലക്ഷ്യസ്ഥാനത്തവരെ കൊണ്ടുവന്നെത്തിക്കുമാറാകണം. എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും എൻ്റെ അപ്പച്ചൻ എടുത്തു മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. കുടുംബജീവിതത്തിലായിരിക്കുന്നവരെ സഹായിക്കണമേ. സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമായ കർത്താവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് സഹായിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണേപ്പാ. ക്ഷീണങ്ങളെ, ഭാരങ്ങൾ, അസ്വസ്ഥതയുള്ള മക്കളുണ്ട് കർത്താവേ, അവരെ ഉള്ള കരുത്തിൽ വഹിക്കുമാറാകണം. മാസം തികയോളം കൂടിയിരിക്കണം. സുഖപ്രസവം നൽകണം. മൗനമില്ലാത്ത തലമുറ കൊടുത്ത് സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. കർത്താവെ, പ്രത്യേകിച്ച് ഹാലിലെ ജലപ്രാർത്ഥനാ വിഷയമുണ്ടപ്പാ. ഈ കാമം ലഭിക്കാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്ത ജീവിതങ്ങളുണ്ട്.
എൻ്റെ കർത്താവേ, ഈ കർത്താവേ സെപ്റ്റംബർ മാസം തീരുന്നതിന് മുൻപായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ സ്വർഗം മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യേണ്ട മക്കളുണ്ടപ്പാ. പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ തൃപ്തരായ ജോലി കാര്യങ്ങളെ ചെയ്യുവാൻ തക്കണം കൃപ ചെയ്യേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ അനുഗ്രഹവും സ്വർഗത്തിലും ദാനമായി കൊടുത്ത് ഓരോ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ വിജയമാർഗത്തെയും സ്വർഗത്തിനെ പറ്റും വാഴ്ത്തി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു നാഥാ. സ്തോത്രം കർത്താവേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പാ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നപ്പാ. സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടപ്പോൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ പാ. സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്നപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആലോചനക്കാരനായി നല്ല സഖിയായി മാതാവ് പിതാവായി അപ്പച്ചൻ കൂടിയിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഭവനത്തിൽ നിന്നിറങ്ങിയ നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം കൂടെയുള്ളതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. സുഖകരമായി എത്തിച്ചേരുവാൻ ഇടയാക്കുമാറാകണം. യാതൊരുവിധ പ്രയാസമോ പ്രതികൂലമോ ഉണ്ടാകാൻ അനുവദിക്കലെ. ശരീരാത്മതകൾ ബലപ്പെടണം. അഴിമതി അലയുവാൻ വലയാൻ സമ്മതിക്കൽ. കർത്താവിൻ്റെ കരം ചേർത്ത് പിടിക്കണം. ദുഷ്ടശക്തികളൊന്നും കടന്നു വരാതിരണം കാത്തുകൊള്ളുമാറാകണം. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ രക്തത്താൽ മുദ്രവെക്കുന്നപ്പാ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുക. സ്വർഗം കൂടെയുള്ളതോർത്ത് നന്ദി പറയുക. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ സ്വർഗം ഓരോ വാഹനത്തെ നിയന്ത്രിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കരങ്ങളെയൊക്കെ കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണം. ഹല്ലേലൂയ. ആപത്താനത്തിൽ എല്ലാവരെയും വിടുവിക്കണമേ അപ്പാ. സ്തോത്രം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു പിതാവേ. സ്തോത്രം. ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയുമായി തീരട്ടെ. എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ. സ്തോത്രപ്പാ. ചില നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. ഞങ്ങൾക്ക് സകലത്തിനും പരിഹാരകൻ എൻ്റെ അപ്പച്ചനാകിയാൽ അപ്പച്ചനിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളിൽ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ വണ്ണം അവരുടെ പ്രാർത്ഥനാ വിഷയത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. സ്വർഗമെന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്, ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട്. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. തലയ്ക്കകത്ത് മുഴയാൽ ഭാരമുള്ളവരുണ്ടപ്പാ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, പല്ലിൻ്റെയും ചെവിയുടെയും ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ചുമയാൽ, പനിയാൽ, ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥാ. സ്തോത്രം. ശരീരമാസകലം നീർക്കെട്ടും വേദനയുമായിട്ട് ഭാരപ്പെടുന്നവരുണ്ടപ്പാ. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. കൈകാലുക്ക് ചലനമില്ലാത്തവരുണ്ടപ്പാ. വീൽ ചെയറിലായിരിക്കുന്നവർ, കിടക്കയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന മാതാപിതാക്കളോട് മനസ്സറിയണമേ, കരുണ കാണിക്കണമേ കർത്താവേ. അപ്പാ, സ്വന്തം കാര്യം ചെയ്തൊരു പാലിന് ബലം കൊടുക്കണമേ എന്നടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓർമ്മശക്തിയും ബുദ്ധിയുമില്ലാത്തവരുണ്ട്, മാനസികമായ വിഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. നാഥാ, സഹായിക്കണം. അത്ഭുത വിടുതലയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ എൻ്റെ അപ്പച്ചന. കാൽവരി ക്രൂശിലൊഴിക്കുക ഒരു തുള്ളി രക്തം മതി ഞങ്ങളുടെ സകല രോഗത്തിനും. അത് സൗഖ്യമാ. സകല രോഗാണു നിർജീവമാകും കർത്താവേ. ഒരു തുള്ളി രക്തം മുദ്രയിടുമാറാകണം, ഒരു തുള്ളി രക്തം കുത്തിവയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. വേർപാട് ദുഃഖം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നപ്പാ. നീ അവിടുന്ന് ഓരോ ഹൃദയത്തിലും ആവശ്യമാർന്ന സമാധാനം കൽപ്പിക്കണം, സൗഖ്യം കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. പലതും നഷ്ടപ്പെട്ട സകലതും ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളും ഉണ്ടല്ലപ്പാ. കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന. നഷ്ടപ്പെട്ടില്ല അപ്പുറമായി നൽകിക്കൊടുക്കാൻ സമ്പന്നനാ. മനസ്സമാധാനം നൽകി, സൗഖ്യം നൽകി, ആവശ്യമാർന്ന എല്ലാം കൊടുത്ത് ഓരോ മക്കളെയും ജീവിപ്പാൻ തക്കളെ സഹായിച്ചാട്ടപ്പാ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ദേശം ചുറ്റുപാടായ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സുശേഷ വേലകൾ, വേലക്കാർ, ഞങ്ങളുടെ ഭരണകൂടങ്ങൾ, ഭരണകർത്താക്കളെ എല്ലാം സമർപ്പിക്കുന്നു.
ഹാലലുയ കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് സഹായിക്കണം. ജോലിയില്ലാത്ത ഞങ്ങളുടെ പ്രിയ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്തും സഹായിക്കുമാറാകണം. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കണ്ണുനീർത്തുമ്പോൾ നീ മനസ്സലിയുന്ന ദൈവമാകിയാൽ കാലതാമസം കൂടാതെ തൻ്റെ മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വഴി തുറന്ന് ലഭിച്ചെന്ന് കേൾപ്പാൻ തക്കട്ടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹപ്രായമായ മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കണം. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് ഹല്ലേലൂയ കർത്താവേ, മഹത്വമേറിയ സാക്ഷ്യം കേൾപ്പാൻ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം അപ്പൻ്റെ പാദാന്തിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.